ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഞാൻ പോലും അറിയാണ്ട് അവര് അന്ന് ക്രൂ അതെടുത്ത് മാറ്റി അത് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തി. ലാലേട്ടൻ പിന്നെ ഞാൻ കാണുന്നത് ലാലേട്ടൻ്റെ അടുത്തേക്ക് ഈ പീക്കോക്ക് ഇങ്ങനെ പറന്നിറങ്ങുന്ന നേരെ ലിഫ്റ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു, കൂടെ രണ്ടുപേരും. അപ്പൊ അനൂപ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിറ്റ്നസ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മുന്നിൽ വരുന്ന ആൾ ആരാന്നുള്ളത്. എൻ്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണോ എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ ആ ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ ഇരുന്നിട്ട് ഞാൻ ചെയ്ത വർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പുള്ളി അത് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ കാണുക, അതിനെപ്പറ്റി ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് ശരിക്കും അത് ചെയ്യാൻ പാടില്ല, അത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണത്. ഉഭയകക്ഷി സമ്മതപ്രകാരം പല കാര്യങ്ങളും നടക്കണു എന്നുള്ളത് പറഞ്ഞു. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ്. എൻ്റെ അറിവിൽ ഞങ്ങളുടെ സീസണിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ന് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രണയ സീൻ അഭിനയിക്കുന്നതിന് താൻ എന്തോന്നു കാണിക്കില്ല, ലാലേട്ടൻ്റെ 10 പടം കാണും പോയിട്ട്, എന്നിട്ട് പോയി ചെയ്തവരുണ്ട്. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ബിഗ് ബോസ് എന്ന് പറയുന്നതും അനൂപിന്റെ ഒരു കരിയർ നോക്കുമ്പോൾ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കിയവരാണ്. പക്ഷെ വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് പോകുന്നത് അല്ലേ? അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞോ? ഇല്ല, ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു വിളി ഇതിനകത്ത് വരുമ്പോ ഐശ്വര്യക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ബിഗ് ബോസിന്റെ കോള് വന്നത് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു സമയത്തായിരുന്നു. അതായത് അനൂപിന്റെ സിസ്റ്റർ അമ്മുന്റെ എൻഗേജ്മെന്റ് ദിവസമാണ് ഇതിന്റെ കോള് വരുന്നത്, ബിഗ് ബോസിന്റെ കോള് വരുന്നത്, ഇങ്ങനെ ഒരു പാർട്ടിസിപ്പേഷനെ കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ്കോഴ്സ് കാരണം അതിന്റെ നെക്സ്റ്റ് മന്താണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഫസ്റ്റ് ഡേറ്റ് എടുത്തത് ബിഗ് ബോസിന് കോള് വരുന്നതിന്റെ നെക്സ്റ്റ് മന്ത് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എൻഗേജ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. ബട്ട് അതൊരു സംഭവിച്ചാൽ ഈ സീതാ കല്യാണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ സീരിയലിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. കുറേ പേയ്മെന്റിന്റെ ഒക്കെ കുറേ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ആകെ ഡിലേ അല്ലെങ്കിൽ തരാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വന്നിട്ട് ആകെ പ്രശ്നങ്ങളായിട്ട് ഞാൻ മാറിയെന്ന്. അപ്പോൾ ഇതൊന്നും ആർക്കും അങ്ങനെ പുറത്തങ്ങനെ റിവീൽ ചെയ്തിട്ടൊന്നുണ്ടായില്ല. പക്ഷെ അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായ കാരണം ഞാൻ പിന്നെ അവസാനം മാറി. കാരണം നമ്മൾ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ ചെയ്യുക, അപ്പോൾ അടുത്ത് എന്ത് ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ ആ സെയിം ടൈമിൽ ഞാൻ ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗറിന്റെ ആ സീസൺ തുടങ്ങിയപ്പോൾ സ്റ്റാർ സിംഗറിന്റെ ആ സീസൺ തുടങ്ങിയപ്പോൾ അതിലൊരു ബാക്ക് സ്റ്റേജിലൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു കോഫി ഷോപ്പ് പോലെയൊക്കെ അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു ഫസ്റ്റ് ഷെഡ്യൂളിൽ ഞാൻ അതിൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ അമ്മുൻ്റെ കുഞ്ചിയുടെ കല്യാണ നിശ്ചയം. ഈ കല്യാണ നിശ്ചയം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ആണ് ഇതിൻ്റെ കോള് വരുന്നത്. അപ്പോൾ വലിയൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിലാണ്, കല്യാണം വരികയാണ് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം, എന്ത് ചെയ്യും എന്നുള്ള എൻ്റെ ആ സമയത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെയാണ്, കാരണം എനിക്ക് ഇത് ഏറ്റവും വലിയൊരു ഷോ ആണ്. ആ ഏറ്റവും വലിയ ഷോ നമ്മൾ തന്നെ 100 ദിവസം ആൾക്കാർ ഏഷ്യാനെറ്റിൽ കാണുകയാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനായിട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ സംസാരിക്കണം. അങ്ങനെ ഞാൻ അതൊക്കെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടാവുക പോസിറ്റീവ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. മാക്സിമം അവിടെ നിന്ന് വരുന്ന ഓരോരോ ടാസ്കുകൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാം, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എന്താണ് നമ്മുടെ ടാലന്റ് അതിനെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അങ്ങനെ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. നെഗറ്റീവ് നമ്മൾ അതിനകത്ത് അറിയില്ല. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഐശ്വര്യക്ക് എന്തെങ്കിലും? അങ്ങനെ ഒരു ടെൻഷൻ അങ്ങനെയില്ല, ബിക്കോസ് അനൂപ് അവിടെ അത്യാവശ്യം നന്നായി പ്ലേ ചെയ്യുന്ന നല്ലൊരു ഗെയിമറായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലായി തോന്നിയത് കൂടുതലും ടാസ്കിലാണ് അനൂപ് കൂടുതൽ കോൺസെപ്റ്റ്. ബിക്കോസ് നമുക്ക് അപ്പം ലൈവ് ഇല്ല, സീസൺ 3 ലൈവ് ഇല്ലായിരുന്നു. അപ്പം നമുക്ക് കണ്ടിന്യൂ കാണുന്നില്ല, എപ്പിസോഡ് വരുമ്പോഴേ നമുക്ക് കാണുന്നുള്ളൂ. അപ്പം ചില ആഴ്ചകളിലൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു, അനൂപിനെ കാണുന്നേ ഇല്ല നമുക്ക്. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഹിസ് നോട്ട് ആക്റ്റീവ് എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അപ്പം ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ 24/7 അന്ന് ടെലികാസ്റ്റ് ഇല്ല, സീസൺ 3 ഇല്ല. പക്ഷെ നമ്മൾ ഈ ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്ത് പോരുമ്പോൾ അവിടുത്തെ എല്ലാവരും പറഞ്ഞത് ദ ബെസ്റ്റ് സീസൺ ഈസ് ഹാപ്പനിങ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഇതിനെ ഒന്ന്. ഈ 96ാമത്തെ ദിവസം ശരിക്കും അതിൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 114 117 ദിവസം പോകേണ്ടിയിരുന്ന ബിഗ് ബോസ് സീസൺ 3 ആയിരുന്നു. അതിനുവേണ്ടി അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തി നമ്മളുടെ എല്ലാവരുടെ അടുത്തും അതിനുള്ള സമ്മതം അവർ ഒക്കെ കൺസൈൻമെൻറ്റ് എല്ലാം എടുത്തതിൻ്റെ ശേഷം പോവുമായിരുന്നത് ആക്ച്വലി.
അപ്പോഴാണ് ഈ കൊറോണയുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് വന്ന 97th ഡേ എങ്ങാണ്ടോ എടുത്തത്. ബട്ട് സ്റ്റിൽ പിന്നെ വീണ്ടും നമ്മളൊരു 3 ദിവസം അവിടെ നിന്നത് പോലും അതെങ്ങനെയെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള അവരെ സാധ്യതകളെ പറ്റിയിട്ട് അവർ അതിൻ്റെ പ്രൊഡക്ഷൻ ടീമുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി. പക്ഷെ ഫിനാലെ നടത്തി. ഓഫ് കോഴ്സ് മണിക്കുട്ടൻ വിന്നറായി. ഞാൻ അന്ന് 5th പൊസിഷനിലായിരുന്നു. ടോപ്പ് 5-ൽ 5th പൊസിഷനായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്കെല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലാലേട്ടന് കൊടുത്തൊരു സമ്മാനമാണ്. നല്ലൊരു ഒരു കുഞ്ഞു സമ്മാനം. അന്ന് കണ്ടവർക്കറിയാം. ഒരു എന്തോ ഒരു പീക്കോക്കിന് വല്ല ഉണ്ടോ? അനൂപ് വല്ലതും ഉണ്ടോ അങ്ങനെ സമ്മാനങ്ങൾ എന്തെങ്കിലും? അങ്ങനെ തരാറുണ്ട്. ആക്ച്വലി പീക്കോക്ക് റീസെന്റ് എനിക്ക് ഒരു 1 week ബിഫോർ ആയിരുന്നു. എൻ്റെ അമ്മ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പാർസൽ വാങ്ങിയത് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അനൂപ് സെയിം ഇതേപോലെ പീക്കോക്ക് ഉണ്ടാക്കി. അതെന്താ സംഭവിച്ചാലേ ഈ നമുക്ക് മറ്റേ വീക്കെൻഡ് എപ്പിസോഡിന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പുറത്തുനിന്നാണ് വരിക. അപ്പൊ ആ ഫുഡ് പൊതിഞ്ഞു വരുന്ന ഫോയിൽ പേപ്പർ ഉണ്ട്. അപ്പൊ അത് ഭക്ഷണം ഒരു അടുത്ത ദിവസത്തേക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ. അത് ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതന്ന് ഈ ഭാഗ്യലക്ഷ്മി ചേച്ചിയും പിന്നെ സന്ധ്യ ചേച്ചിയും വേറെ ആരോ ഒരാളും എനിക്ക് തോന്നുന്നു മജിസിയാണോ സംശയം അല്ലേ, ഇവർ 3-4 ആൾക്കാർ ഒരു ടാസ്കിൽ വിൻ ചെയ്തു. ഒരു ബോൾ ടാസ്കിൽ എങ്ങാണ്ടോ വിൻ ചെയ്തു. ഇവർ ബോൾ ടാസ്ക് അങ്ങനെ എന്തോ ഒരു ടാസ്കിൽ വിൻ ചെയ്തു. അപ്പോൾ ആ വിൻ ചെയ്തപ്പോൾ അവർക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പീക്കോക്കാണ്. അല്ലെങ്കിൽ അതൊരു ഇതാണ്. അവിടെ നമുക്ക് വേറെ ഒന്നും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. വിൻ ചെയ്തപ്പോൾ ആൾക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പീക്കോക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അത് ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പകരം അതിന് ബിഗ് ബോസിന് കൊടുത്തു. അപ്പോൾ ബിഗ് ബോസിന് കൊടുത്തപ്പോൾ ഈ പറഞ്ഞ പോലെ അത് എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാനത് ക്യാമറയിൽ പോയിട്ട് ഞാനിതിങ്ങനെ ബിഗ് ബോസിന് തന്നോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അതിനങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു. സാധനം ഞാൻ പോലും അറിയാണ്ട് അവര് അന്ന് ഈ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്യണ സമയത്ത് എപ്പോഴോ അതിൻ്റെ ആൾക്കാർ ക്രൂ അതെടുത്ത് മാറ്റി അത് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തി. ലാലേട്ടൻ പിന്നെ ഞാൻ കാണുന്നത് ലാലേട്ടൻ്റെ അടുത്തേക്ക് ഈ പീക്കോക്ക് ഇങ്ങനെ പറന്നിറങ്ങുന്നത്, അത് മയിലായി പറന്നു പോവാ എന്നുള്ള ആ പാട്ടൊക്കെ അത് ഭയങ്കര ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം തലേ ദിവസം വരെ രാത്രി വരെ ഞാൻ കിടക്കുന്ന ബെഡ് ലാമ്പിന്റെ സൈഡിൽ വെച്ചുകൊണ്ടിരുന്ന ഈ സാധനം ഈ മയിൽ ഇങ്ങോട്ട് പറന്ന് നേരെ ഇറങ്ങി വരിക. ലാലിന്റെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ അത് ഉണ്ടോ എന്നുള്ളത്. അയ്യോ തീർച്ചയായിട്ടും അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടാവും. കാരണം അത് ഒരു ഗിഫ്റ്റ് ആയിട്ട് അദ്ദേഹം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി. റീസെന്റ് നമ്മൾ ഈ ബിഗ് ബോസ് ഷോയെ കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട പല അഭിപ്രായങ്ങളും മാരാരൊക്കെ വളരെ അതിനകത്തൊരു കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊക്കെ ആരോപിക്കുന്നുണ്ട്. ഇവർ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുവിനെ സംബന്ധിച്ച് തോന്നിയിട്ടുണ്ട്. ഈ അഖിലിനെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 1 to 6 സീസൺസിലെ ആൾക്കാരെല്ലാവരും ഇപ്പൊ അടുത്ത് ഒന്ന് ഗ്യാദർ ചെയ്തിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ പല സിറ്റുവേഷൻസിലും ഇതുപോലെ ബിഗ് ബോസിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പല ഇന്റർവ്യൂസിലായാലും അല്ലെങ്കിൽ വല്ല സിനിമയുടെ ഒക്കെ പ്രിവ്യൂവിന്റെ സമയത്തൊക്കെ. ഞാൻ സീസൺ 3 ബിഗ് ബോസ് കഴിഞ്ഞ ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം പറയുമ്പോൾ ആര് എന്ത് എന്ന് പറയാൻ തയ്യാറാണെങ്കിൽ ശരിക്കും അതങ്ങനെ പറയുന്നതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഇന്ന ആൾ ചെയ്തു, ഇന്ന ആൾക്കെതിരെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. നമ്മൾ പറയില്ലേ കാടടച്ച് വെടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ആൾക്കാരെ എഫക്റ്റ് ചെയ്യും. അതായത് ആ ഒരു ഗൺ പോയിന്റിൽ കുറേ ആൾക്കാർ ഒരു ഭാഗമല്ലാത്ത ആൾക്കാർ പോലും വന്ന് നിൽക്കേണ്ട അവസ്ഥ വരും. സോ ഒന്നുകിൽ പറയുമ്പോൾ ക്ലാരിറ്റിയോട് കൂടി പറയുക, ഇന്ന ആളോട് ചെയ്തു, അതുകൊണ്ട് ആ ആൾക്കെതിരെ ആക്ഷൻ എടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളതങ്ങനെ പറയരുത്. എന്ത് തന്നെയായാലും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് ശരിക്കും അത് ചെയ്യാൻ പാടില്ല. അത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണത്. ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം പല കാര്യങ്ങളും നടക്കണു എന്നുള്ളതാണ്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ്. ഇതിനെ ഒന്നിനെയും പിന്നെ ഒരു മീഡിയയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് സംസാരിച്ച് അതൊരു എന്താ പറയുക ഒരാളുടെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടും ദോഷത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കരുത്. അവരുടെ സമ്മതപ്രകാരമാണ് ചെയ്തതെങ്കിൽ അത് അവരുടെ സമ്മതപ്രകാരമാണ്. വേറൊരാൾ അതിനെ കണ്ടന്റായിട്ട് ഉപയോഗിക്കരുത്. അല്ല പറയുന്നുണ്ടോ അതിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇന്ന ആൾ ഇന്നത്. മറ്റത് ഭാഗമല്ലാത്ത കുറേ ആൾക്കാർ അതിൽ പ്രതികളാവും അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടും. പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിക്കും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടായിരിക്കാം. ഇന്ന ആളുടെ പേര് പറയാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ അത് പറയാൻ പാടില്ല. പേഴ്സണലി വിളിച്ച് സംസാരിക്കണം. മീഡിയയുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ക്രൗഡിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. എന്ത് പറയണം എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എപ്പോഴും.
സോ എൻ്റെ അറിവിൽ ഞങ്ങളുടെ സീസണിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. എൻ്റെ അറിവിലാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. ബിഗ് ബോസ് ഒന്ന് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു. അതെ അതെ അല്ലേ? അപ്പം സ്റ്റാറായി, കുറച്ചും കൂടെ സ്റ്റാറായി അല്ലേ? ഡിമാൻഡുകളൊക്കെ നിയമിച്ചിരുന്നു. പാവാണ്. ഞാനല്ലേ എനിക്ക് ഒറ്റ ഡിമാൻഡുള്ള ചേട്ടാ, എനിക്ക് മീൻകറി വെച്ചിരുന്നൊരു ഡിമാൻഡ് മാത്രമേ ചെയ്ത് തരും. കുറച്ചുകൂടെ കഴിയും അല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കും. പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല ഇതുവരെ ഒന്നുമില്ല. അവർക്ക് അവളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളെന്തോ അത് അങ്ങനത്തെ. അപ്പൊ ഏറ്റവും ഇപ്പൊ കഴിക്കുന്നത് അല്ല പിന്നെ കഴിക്കും. ഈ പറഞ്ഞ പുറത്തൊക്കെ പോകുമ്പോ കഴിക്കും, അല്ലെങ്കിൽ പാർസൽ വാങ്ങി അങ്ങനെ. അല്ല, അതിന് വേറെ ഓപ്ഷൻ ഉണ്ട്. പ്രവീണിന്റെ മുകളില് നേരെ മുകളിൽ എന്റെ ഫ്രണ്ട് ഉണ്ട്, ചെറുപ്പം മുതലുള്ള ഫ്രണ്ട് ഉണ്ട് മുകളില്. അപ്പൊ അവിടെയാണ് മെയിൻ. അവിടെ പോയിട്ട് എടുക്കാം. അവൻ അവിടെ ഉണ്ടാക്കി ഞാൻ കഴിക്കും. വലിയ ഫാനാണെന്ന് പറഞ്ഞില്ല ലാലേട്ടന്റെ. അയ്യോ, ലാലേട്ടൻ ഭയങ്കര ഫാൻ. പിന്നെ ലാലേട്ടൻ ആക്ച്വലി കല്യാണത്തിന് ഞങ്ങൾ വിഷ് ചെയ്തു. ലാലേട്ടൻ വിളിച്ചായിരുന്നോ? പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മോനെ ഞാൻ ഇങ്ങനെ ബരോസിന്റെ ഷൂട്ടിലാണ്, അപ്പോൾ അത് കാരണം വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ തിരക്കാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു, ഒരുപാട് സന്തോഷം വിളിച്ചത്, ഞങ്ങളിത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം വന്ന് കണ്ടോട്ടെ, പിന്നെ പ്ലീസ് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവളോട് പറയാതെ ഞാനൊരു ദിവസം ഈ പറഞ്ഞ പോലെ ഇവിടെ എറണാകുളത്ത് വന്ന് താമസിച്ച് ബരോസിൻ്റെ അന്ന് ലാലേട്ടൻ അവിടെ ഷെറട്ടണിലാണല്ലേ, ലാലേട്ടൻ്റെ അടുത്ത് കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഒരു ഹാർഡ്ലി 1 month അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മംഗലാപുരത്ത് തന്നെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അടുത്ത ലീവിന് വന്ന സമയത്താണ് ഇങ്ങനെ അനൂപിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ ഒരു മീറ്റിന് പോകുമ്പോൾ അനൂപിന് പേഴ്സണലി ആരോടെങ്കിലും സംസാരിക്കാനായിരിക്കും. അപ്പം ഞാനവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് നേരെ ലിഫ്റ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു, കൂടെ 2 പേരും. അപ്പോൾ അനൂപ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിറ്റ്നസ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മുന്നിൽ വരുന്ന ആരാന്നുണ്ട്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ ബ്ലാങ്ക് ആയിരുന്നു. എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല ഇരിക്കുന്നു. ഞാൻ എങ്ങനെ ഇരിക്കുക, ലിറ്ററലി അതായിരുന്നു സത്യം. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ വേഗം സാറിനെ കണ്ടപ്പോൾ പിന്നെ ഒന്ന് ഓക്കെ. പക്ഷെ എന്നിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്രയും കാലം മനസ്സിൽ കൊണ്ടുവന്ന ലാലേട്ടനെ കാണുമ്പോൾ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ കണ്ടപ്പോൾ ഞാൻ ആകെ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം എക്സ്പെക്റ്റഡ് അല്ലല്ലോ. മേ ബി അതായിരിക്കാം. ഇപ്പോഴും അതെ കേട്ടോ, ലാലേട്ടനെ ശരിക്കും എത്ര വട്ടം കണ്ടു കഴിഞ്ഞാലും ഏറ്റവും ആദ്യം കാണുന്ന ഒരു മൊമെന്റ് ഇല്ലേ, ആ മൊമെന്റിൽ നമ്മളിങ്ങനെ എന്തൊക്കെ പറയാം അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് പറഞ്ഞു തീർക്കാമെന്ന്. പിന്നെ ഇപ്പം ഞാൻ തൊട്ട് ഒരു മുമ്പ് ഞാൻ ഈ കൺമഷിയുടെ ഈ സംഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തരുൺ മൂർത്തി അദ്ദേഹത്തിൻ്റെ L360 എന്ന ആ സിനിമയുടെ ലൊക്കേഷനിലേക്ക് തൊടുപുഴയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ ഉദ്ദേശം ഇതാണ്, പ്രണവിനെ വിളിച്ചു, നേരെ ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇതൊക്കെ കാണിക്കണം, ഇങ്ങനെ അച്ചീവ്മെൻറ്റ്സ്, ഇങ്ങനെ അവാർഡ്സ് വന്നു, കൺമഷി എന്ന് പറഞ്ഞൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കാനാണ് പോണേ. പറ്റുമില്ലെന്ന് അറിയില്ല. എഗെയിൻ സുധി കൂടെ ഉണ്ടായിരുന്നു. സുധിയോട് പറഞ്ഞില്ലേ എവിടേക്കാണ് പോണേന്നുള്ളത്. ചെന്നു ലാലേട്ടൻ തൊട്ടടുത്ത് വിളിച്ചിരുത്തി, വാ നമ്മൾ ഇരുത്തി ഇത് മുഴുവനെ കാര്യങ്ങൾ, ഇതിൻ്റെ അവാർഡ്സിൻ്റെ കാര്യങ്ങൾ, പോസ്റ്റേഴ്സ്, ഫോട്ടോസൊക്കെ തെയ്യം ചെയ്തു അല്ലേ. ഗ്രേറ്റ് തെയ്യൊക്കെ വലിയ കലാരൂപമാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ലൈക്ക് പട്ടാമ്പിയിൽ മുതുതലയിൽ ഒരു സ്ഥലത്ത് സാധാരണ അവിടെ ഉണ്ടായിട്ട് ആഗ്രഹങ്ങൾക്ക് മാത്രം പുറകെ പോയിട്ട് ഞാൻ അങ്ങനെ ആ സമയം ആ മൊമെൻറ്റ് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യണം. കാരണം ഇനി എപ്പോൾ എനിക്ക് അതുപോലത്തെ ഒരു കസേര കിട്ടുമെന്ന് അറിയില്ല ലാലേട്ടൻ്റെ തൊട്ടടുത്ത്. കാരണം അതുപോലെ ഹാർഡ് കോർ ഫാനാണ് ഞാനൊക്കെ, മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും ഒക്കെ. അപ്പോൾ ആ ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ ഇരുന്നിട്ട് ഞാൻ ചെയ്ത വർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പുള്ളി അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ കാണുക, അതിനെപ്പറ്റി ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യം കണ്ടപ്പോ എന്താ പറഞ്ഞു? ആക്ച്വലി സാർ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ്, സാർ ആയുർവേദിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങുമായിരുന്നു ആ ടൈമിലാണ്. അപ്പോൾ സാർ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ്, കാരണം ഞാൻ ആ ഫീൽഡാണല്ലോ, സ്വാഭാവികം എനിക്ക് ആ മണം അടിച്ചപ്പോൾ തന്നെ മനസ്സിലായി. കഷായത്തിൻ്റെയും അതിൻ്റെയൊക്കെ മണം അടിച്ചപ്പോൾ സാർ എന്തോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ സാർ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു ട്രീറ്റ്മെന്റിലായിരുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങിയതാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങോട്ടൊന്നും ചോദിക്കാനില്ല. പക്ഷെ സാർ ഇങ്ങനെ ചോദിച്ചു പ്രൊഫഷൻ്റെ കാര്യങ്ങളും, പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരു ടൈമാണ്, പിന്നെ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ കാഷ്വലി അങ്ങനെ സംസാരിച്ചിട്ട് ഇറങ്ങി. കൂടുതൽ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഭയങ്കരമായിട്ട് കുറെ കാലമായിട്ട് കാണണം, ആഗ്രഹിക്കണം എന്ന് പറയുന്ന ഇവക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാ വെച്ചാൽ, ബിക്കോസ് ഞാൻ പഠിച്ചൊക്കെ ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ നമ്മൾ നാട്ടിലേക്ക് വെക്കേഷനിൽ വരുമ്പോൾ, ഏപ്രിൽ മെയ് വെക്കേഷനിലേക്ക് ഞാൻ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഒരു 3rd സ്റ്റാൻഡേർഡ്, എനിക്ക് തോന്നുന്നു 3rd 4th ഒക്കെ പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ ഒരു തവണ നമ്മൾ മലമ്പുഴയ്ക്ക് പോയിരുന്നു ഇങ്ങനെ ഫാമിലി ആയിട്ട്.
അപ്പോൾ അവിടെ ഞാനും അമ്മയും അമ്മയുടെ കസിൻസും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സാർ, എനിക്ക് തോന്നുന്നു റോഷൻ ആൻഡ്രോസ് സാറിൻ്റെ ഒരു പടമാണ് അവിടെ ഷൂട്ട് എന്തോ നടക്കുമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ സാറിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ സാർ ഇങ്ങനെ നെക്സ്റ്റ് പ്രോജക്റ്റ് ലാലേട്ടനെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്തോ ഒരു ഡിസ്കഷൻ വന്നപ്പോഴാണ് അമ്മോട് ഇവർ ചോദിച്ചു, ഇങ്ങനെ ലാലേട്ടൻ്റെ മോളായിട്ട് അഭിനയിക്കാൻ അവർ ചൈൽഡ് ആർട്ടിസ്റ്റിനെ നോക്കുന്നുണ്ട്. സോ അങ്ങനെ താല്പര്യമുണ്ടോ മോളെ വിടാൻ? ഈ കുട്ടി നമുക്കൊരു ഓക്കെ ആണ്, അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ട് അമ്മോട് ഇങ്ങനെ സംസാരിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. സോ അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആക്ച്വലി. അത് എൻ്റെ കസിൻസിന് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ. അപ്പോൾ പക്ഷേ എൻ്റെ പപ്പ സമ്മതിക്കില്ല, അത് വേറെ കാര്യമായിരുന്നു. ആയുർവേദം ഇഷ്ടം കൊണ്ട് എടുത്താണോ? അതെ അതെ അതെ, ആയുർവേദം ഇഷ്ടപ്പെട്ടത് ആക്ച്വലി 1 year കഴിഞ്ഞിട്ടാണ് ഫോർ ഇത് പറയുകയാണെങ്കിൽ. ബിക്കോസ് ഞാൻ MBBS ആഗ്രഹിച്ച് വന്ന ഒരാളായിരുന്നു. എൻട്രൻസ് എഴുതി, പക്ഷെ എനിക്ക് റാങ്കിങ് കുറച്ച് പുറകോട്ടായിരുന്നു. ഞാൻ അക്കാഡമിക് വൈസ് കുറച്ച് മുന്നോട്ടാണെങ്കിലും ബാക്കി കൾച്ചറിലൊക്കെ കുറച്ച് പുറകോട്ടായി. അപ്പോൾ അങ്ങനെ എൻട്രൻസ് വൈസ് കിട്ടിയപ്പോൾ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ BDS ആയിരുന്നു. പക്ഷെ എനിക്ക് BDS താല്പര്യമില്ല. അങ്ങനെ ആയുർവേദത്തിലേക്ക് വന്നു. പക്ഷെ 1 year കഴിഞ്ഞപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അതിനോടുള്ള ഒരു ഇഷ്ടം കൂടി. ചികിത്സകളൊക്കെ ഉണ്ടോ? പിന്നെ കർക്കിടക ചികിത്സ അവിടെ ഇഷാശ്രീയില് പേര് വരുന്നത് ഇഷ എന്നാണ്. ഞാൻ ഇട്ട പേരാണ് ഇഷ. ഈ ഐശ്വര്യ എന്നുള്ള പേരിലുണ്ട് ഇഷ എന്നുള്ള, അങ്ങനെ ഇട്ട പേരാണ് ഇഷ എന്നുള്ളത്. ഇപ്പൊ എന്നെ അറിയുന്നത് ഇഷ. അപ്പൊ എല്ലാരും ഇഷ 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 ആൻഡ് ശ്രീരഞ്ജിനി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട്. ഞങ്ങൾ 2 ഡോക്ടേഴ്സാണ്, ഡോക്ടർ ഐശ്വര്യ, ഡോക്ടർ ശ്രീരഞ്ജിനി. അപ്പൊ ഞങ്ങളാണ് ഡോക്ടർ ഇഷ അല്ലേ, സോറി, ഡോക്ടർ ഐശ്വര്യ, ഡോക്ടർ ശ്രീരഞ്ജിനി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ തുടങ്ങിയതാണ് ഇഷാശ്രീ എന്ന് പറഞ്ഞൊരു ക്ലിനിക്ക്, തൃക്കാക്കര. നമ്മളിപ്പോ തുടങ്ങിയിട്ട് 3 months ആയിട്ടുള്ളൂ. ഇടയ്ക്ക് നമ്മൾ CCL കണ്ടു, സെലിബ്രിറ്റി ക്രിക്കറ്റ് അല്ലേ? അപ്പൊ എല്ലാവരും മോഹിക്കുന്നവരുടെ ശരിക്കും പറഞ്ഞ CCL അല്ലേ? അതിലേക്കുള്ള എൻട്രി ഒരു അപ്രതീക്ഷിതമായിരുന്നല്ലോ. ഈ CCLിലേക്കുള്ള എൻട്രി ചേട്ടാ, ഞാനേ ഈ കേരളോർമ്മ കോളേജ് തൃശ്ശൂർ, അവിടെ രാവിലെ ഞാൻ കളിക്കാൻ പോകും. അതായത് കോളേജ് ഗ്രൗണ്ടിൽ അവിടെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട്, അവിടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ പോകും. അപ്പം അന്ന് ഞാൻ ഈ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന് പറഞ്ഞ സിനിമയിൽ പ്രൈസ് ദ ലോർഡ്, അങ്ങനെ കുറച്ച് സിനിമ, പിന്നെ കുറച്ച് ഷോസ്, ഇതിലൊക്കെ ഇങ്ങനെ ആങ്കറിങ്ങും മുഖം കാണിക്കലും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം എനിക്ക് ഇതാണ് ആഗ്രഹം എന്നുള്ളത്. ആദ്യത്തെ ഒരു പടമുണ്ട്, ഫേസ് ഇൻ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പേരുണ്ട്. പക്ഷെ ഒന്നും ആയില്ല, അത് ഷൂട്ട് തുടങ്ങി പിന്നെ അങ്ങനെ തന്നെ കഴിഞ്ഞു. ജിബിൻ ജെയിംസ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ. പക്ഷെ ആ പുള്ളിയുടെ വേറെ 2 പടങ്ങളൊക്കെ പിന്നെ ഞാൻ ചെയ്തു. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ അന്ന് ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഭാവിയിൽ CCL കളിക്കണ്ടാവുന്നുള്ളത്. അത് അവർ എനിക്ക് CCL സെലക്ഷൻ കിട്ടിയെന്നുള്ള ഒഫീഷ്യൽ നമ്മൾ പോസ്റ്റ് ഇടുമല്ലോ, അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജും കാര്യങ്ങളും വാട്സാപ്പിലൊക്കെ അയച്ചു. CCL കളിക്കാൻ പോണതിൻ്റെ ശരിക്കും 1 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ കളിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിൻ്റെ 1 വർഷം മുമ്പ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആ സമയത്തുള്ള കേരളവും മുംബൈയും തമ്മിലുള്ള കളി കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ എൻ്റെ ചന്ദ്രനും പോലീസും എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് തുടങ്ങി. അപ്പോൾ അതിലിങ്ങനെ ഞാൻ ലീഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് തുടങ്ങുന്ന ഭാഗമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ മണിക്കുട്ടൻ അതിൽ കളിക്കുന്നുണ്ട്, ആൻ്റണി എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്. അപ്പോൾ പെപ്പയുടെ അജഗജാന്തരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കളി കാണാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ മുകളിൽ ഈ ഗാലറിയുടെ അവിടെ ഉണ്ടല്ലോ, അവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ വാർപ്പോളിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്, പക്ഷെ താഴത്തേക്കുള്ള പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരും പേര് വിളിക്കുക, ബഹളം കാര്യങ്ങൾ. ക്രിക്കറ്റ് അതുപോലത്തെ ഭ്രാന്താണല്ലോ നമുക്ക്. ആ കളി കഴിഞ്ഞിട്ട് 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നേരെ വൈറ്റ്ലയിൽ പോയിട്ട് ക്രിക്കറ്റ് കിറ്റ് എടുത്തു. പിന്നെ അവിടുന്ന് ആൻ്റപ്പം, ശ്രീനാഥ്, ഞങ്ങൾ ജിനോ ചേട്ടൻ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കൊരട്ടിയിൽ പോയിട്ടും കാലടിയിൽ പോയിട്ടും അങ്കമാലിയിലൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. 1 കൊല്ലത്തോളം ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. കൃത്യമായിട്ട് എറിഞ്ഞ് ബാറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ആൻ്റപ്പം തന്നെ എന്നെ ഓൺലൈൻ റൈഡേഴ്സ് എന്ന് പറയുന്ന CCF എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി. അപ്പോൾ അതിൽ ഞാൻ ഈ ഓൺലൈൻ റൈഡേഴ്സിൽ ഞാനും എനിക്ക് കളിക്കാൻ ആ ടീമിലേക്ക് എന്നെ അവർ എടുത്തു. അപ്പോൾ അവരുടെ ടീമിലും ഞാൻ കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ച് ഇതിൻ്റെ സെലക്ഷൻ വന്നപ്പോൾ, സെലക്ഷൻ വരുന്നതിൻ്റെ ആ സമയം വരെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. സെലക്ഷൻ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ബാബു ചേട്ടനെ വിളിച്ചു. ബാബു ചേട്ടൻ അങ്ങനെ വരാൻ താല്പര്യമുണ്ട്, സെലക്ഷൻ ക്യാമ്പിന് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഒരുവിധ ആൾക്കാരായിരുന്നു അനൂപ്, പക്ഷെ ഉറപ്പൊന്നുമില്ല.
എന്തായാലും വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെലക്ഷൻ ക്യാമ്പിലേക്ക് പോയി. ഞാനുണ്ടായിരുന്നു, ജീവ ഉണ്ടായിരുന്നു, അജിത്ത് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ പോയതിൽ ഞങ്ങളവിടെ സെലക്ഷൻ ഇതൊക്കെ ചെയ്തതിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. CCL ആക്ച്വലി അവരവിടെ ഹൈദരാബാദിൽ നിന്ന് അപ്രൂവ് ചെയ്യുന്ന ആൾക്കാർക്കാണ് സെലക്ഷൻ കിട്ടുക. അപ്പോൾ ഞാൻ ഈ ചെയ്ത സിനിമകളുടെ കാറ്റഗറീസും കാര്യങ്ങളും ഉണ്ട്. അതിൽ ഇപ്പോൾ ഒരു പക്ഷേ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ എത്ര പടങ്ങൾ ചെയ്തു എന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. ഇഷ്ടി എന്ന് പറയുന്ന പടമൊക്കെ നാഷണൽ ലെവലിലൊക്കെ കുറേ ഫെസ്റ്റിവൽസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗീത എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഉണ്ട്. ചെയ്തത് വളരെ സിമ്പിളായിട്ടാണ്, പക്ഷെ അത് പല ലാംഗ്വേജസിലേക്ക് അത് റീമേക്ക് ചെയ്തിട്ടുണ്ട് അവർ. ഇത് ഈ CCL പോയപ്പോൾ നമ്മുടെ ഒരു ഓപ്പോസിറ്റ് ടീമിൽ ഒരാൾ നമ്മളോട് ചോദിച്ചു ഇതിനെ പറ്റിയിട്ട്. അങ്ങനെ എങ്ങനെയോ ഇതിൽ അത് എൻ്റെത് ഓക്കെ ആയി. ദുബായിലേക്ക്, അതായത് ഷാർജയിലേക്ക് കളിക്കാൻ പോണതിൻ്റെ 3 ദിവസം മുന്നെയാണ് എനിക്ക് എൻ്റെ ഓക്കെ ആവണേ. അതാകെ ഞാൻ മാത്രമേ കിട്ടിയതുള്ളൂ. ബാക്കി ടീം ലിസ്റ്റിൽ കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഈ പറഞ്ഞ. പക്ഷെ പ്ലേയിങ് 11ലേക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ലാസ്റ്റ് പോകുന്ന 15ലേക്ക് കിട്ടിയത് എനിക്കായിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആണോ? അയ്യോ, ഭയങ്കര സപ്പോർട്ടീവ്, ഭയങ്കര വിമർശകയാണ്. ഉറപ്പായിട്ടും. അതായത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ന് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആണോ? എന്തിനാണ് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടുള്ളതിനാണ്? പ്രണയം. ഞാൻ പ്രണയ സീൻ അഭിനയിക്കുന്നതിന് അത് എല്ലാവർക്കും ഉള്ളൊരു വിഷമാണ് അല്ലേ? അല്ല, അതിനല്ല, അത് ഭയങ്കര വളിപ്പാന്ന് വെച്ചിട്ടാണ്. അല്ല, എന്നോട് പറഞ്ഞിട്ട് താൻ എന്തോന്നോ കാണിക്കില്ല, ലാലേട്ടൻ്റെ 10 പടം കാണും പോയിട്ട്, എന്നിട്ട് പോയി ചെയ്തോണ്ട്. പ്രണയം അഭിനയിക്കാൻ അറിയില്ല, പേടിച്ചിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു അതായിരിക്കും. പേടിച്ചിട്ടാണ്. മേ ബി ഉൾഭയം ഉണ്ടാവും. എനിക്കറിയില്ല, എന്നെ പ്രണയിക്കാൻ അറിയായിരിക്കും, പക്ഷെ അഭിനയിക്കാൻ അറിയോ എനിക്കറിയില്ല. അല്ല, ആദ്യം ഞാൻ അങ്ങനെ ഈ 1-2 സീക്വൻസുകളൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? വേഷം ഏതാണ് ജയ ചെയ്തത്? കണ്ടില്ലെന്ന് പറയരുത് സിനിമ. ആക്ച്വലി കണ്ടിട്ടില്ല. അത് സത്യം തന്നെയാണ്. കണ്ടിട്ടില്ല. ഇഷ്ടി ആക്ച്വലി പുറത്തേക്ക് അങ്ങനെ വിട്ടിട്ടില്ല, പുറത്ത് വന്നിട്ടില്ല. ചന്ദ്രനും പോലീസും പ്രിവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ട രാമരാജ്യായാലും എല്ലായാലും പോലീസ് കാറ്റഗറിയിലേക്കാണ് മൂപ്പരെ ഫിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാമരാജ്യം ഇഷ്ടമായെന്ന് പറഞ്ഞു. രാമരാജ്യത്തിൽ എനിക്ക് ആക്ച്വലി അങ്ങനെ കുറച്ചൊരു ടോക്സിക് ക്യാരക്ടറുള്ള ആൾക്കാരെയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എനിക്ക് റൊമാൻസ് അതിനോടും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതൊരു സൂചനയാണ് റൊമാൻസ്. ആക്ച്വലി അങ്ങനെ കാണുന്ന മൂവീസ് ഉണ്ടാവില്ല, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അങ്ങനെ പോർട്രേ ചെയ്യുമ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സംതിങ് ക്രൂവാലിറ്റി ഉണ്ടാവുമ്പോൾ അവരുടെ ആ അഭിനയം നമുക്ക് കാണാൻ കുറച്ചും കൂടെ രസം തോന്നും. അതാണ് സംതിങ് ഒരു ഡ്രമാറ്റിക് അല്ലാത്തൊരു ഫീൽ ആയിരിക്കും. പിന്നെ സീരിയലില് പിന്നെ ചെയ്യാതെന്തോരുന്നു? ഒറ്റ സീരിയലിൽ ചെയ്തിട്ടുള്ളൂ. ഈ സീതാ കല്യാണം മാത്രമേ ചെയ്തേ. അത് വേറൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 2-3 നല്ല സിനിമകളിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നിൻ്റെ ഇപ്പോൾ സ്റ്റിൽ അതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു കളരി പഠിക്കലും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാലോ, ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്ഷൻ വരിക എന്നൊക്കെ പറയുന്നത് വലിയ ചടങ്ങായതുകൊണ്ടൊക്കെയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ അവരുടെ പടം ഇതുവരെ ഓണാവാത്ത. നല്ല സബ്ജക്റ്റാണത്, രാമേട്ടൻ്റെ പടം. അപ്പോൾ രാമേട്ടന് പാവം ഇതുവരെ പ്രൊഡക്ഷൻ ആയിട്ടില്ല. അപ്പോൾ ആ പടത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ ഒരു 2-2.5 വർഷത്തോളമായിട്ട് ഞാൻ അതിൻ്റെ പുറകെ തന്നെയാണ്. അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറാണത്. അപ്പോൾ അങ്ങനെ ആ ക്യാരക്ടർ ചെയ്യാൻ ഒരുപാട് ഒരുക്കങ്ങൾ വേണം. എൻ്റെ വെയിറ്റ് നല്ലോണം കുറയണം. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ കളരി പ്രോപ്പറായിട്ട് ചെയ്യണം. രൂപം മാറണം. ആ രൂപത്തിൽ കുറേ കാലം ഒരു 10-60 ദിവസത്തോളം ആ രൂപത്തിൽ നിൽക്കണം. അപ്പോൾ വീണ്ടും ഞാൻ സീരിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സീരിയലിന് ഓഫർ വരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല സീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. കാരണം ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുന്ന നല്ല സീരിയലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ എന്നിട്ട് വീണ്ടും ഒരു സീരിയലിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ അവസരം കിട്ടിയപ്പോൾ ചെയ്യാൻ വേണ്ടി നിന്നു. പക്ഷെ ആ സമയത്ത് വീണ്ടും തോന്നായി പടം. അതുവരെ അനങ്ങാതിരുന്നതാണ്. എന്നിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ പോവുകയാണ്, ലൊക്കേഷൻ കാണാൻ നമ്മൾ അട്ടപ്പാടിയിലേക്ക് പോവുകയാണ്, എല്ലാവരും കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ആ പാവത്തിൻ്റെ എന്തോ ഗതികേട് അവരും മാറി. അപ്പോൾ അത് നമ്മളത് ചെയ്യാൻ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പടം ഓണാവും. കലാകൃതയും കുറവാണെന്നാണ് പറഞ്ഞത്. അല്ലല്ല, ഇവിടെ നന്നായി പാട്ട് ആസ്വദിക്കും, കുറേ പാട്ടുകൾ ആസ്വദിക്കും. അല്ല, അതിനകത്ത് അക്കാഡമിക്കിലായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. ചെറുപ്പത്തില് ഐ മീൻ ഈ പറഞ്ഞ ഡാൻസ് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്പോർട്സ് എല്ലാ കാറ്റഗറിയിലും ഞാൻ പ്ലെയർ ആയിരുന്നു ആക്ച്വലി. അതൊക്കെ കഴിഞ്ഞ ബാഡ്മിന്റൺ അതൊക്കെ കഴിഞ്ഞ് ടെന്നീസ് പഠിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ
പ്ലെയർ ആയിട്ടൊന്നുമില്ല, ഷട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അക്കാഡമിക്കിലേക്ക് കയറിയപ്പോ എല്ലാം അവിടെ ഒന്ന് പൂട്ടി വെച്ചു. ഹസ്ബൻഡിനൊക്കെ വേണ്ടി ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുക? അയ്യോ ഇത് വേറെ, ഇവിടെ അമ്മയ്ക്ക് പാടി കൊടുക്കും, പപ്പയ്ക്ക് പാടി കൊടുക്കും. ഇന്ന് പാടാൻ പോവുക, എനിക്ക് ആഗ്രഹമുണ്ട് രണ്ടുപേര് പാടാം. അയ്യോ ഇല്ല, അത് എനിക്കെന്തോ മേ ബി എന്റെ ഷൈ ആയിരിക്കാം, എനിക്കറിയില്ല. ഹസ്ബൻഡിനോട് എങ്കിലും പാടുന്നതിന് ഷൈ ആവശ്യമില്ലല്ലോ. ഹീസ് എ ഗുഡ് സിംഗർ. പിന്നെ ഞാൻ വണ്ടിയിൽ പോകുമ്പോ പാട്ട് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വെക്കുള്ളൂ പാട്ട്. ആ പാട്ട് വെക്കണ സമയത്ത് ഞാൻ അങ്ങനെ നോക്കുമ്പോ ചേച്ചി ഇരുന്നിട്ട് ഇങ്ങനെ പാടുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഞാൻ ഒന്നും അറിയാത്ത നൈസായിട്ട് ഞാൻ പോസ് ചെയ്യുമ്പോഴേ പോസ് ചെയ്യുന്ന നോക്കിട്ട് അത്ര പോലും ഇല്ല. അവർക്ക് അറിയാത്, അത്രത്തോളം അറിയാം. എന്തോ മേ ബി അതിന്റെ ടൈം വന്നിട്ടില്ലെന്നായിരിക്കും. അല്ല, എനിക്ക് ഒരു ഷൈ ആണ്, ഞാൻ പൊതുവേ കുറച്ച് ഷൈ, അങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് ഷൈ പിടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മേ ബി അതായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് എന്റെ അനിയത്തിക്ക് വരെ പാടി കൊടുത്തിട്ടുണ്ട്. അമ്മു പാടുമ്പോ കൂടെ പാടും, അതുണ്ട്. ഞാൻ ആര് പാടുമ്പോഴും കൂടെ പാടും. പക്ഷെ തന്നെ പാടിക്കോട്ടെ, കൂടെ പാടാന്ന് പറഞ്ഞല്ലേ. അല്ല, അനുഭവം പാടിക്കോട്ടെ, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കട്ടെ. ഇല്ലല്ലേ, ഞാൻ നന്നായി പാടും. വെറുതെ ഇല്ല, നല്ല നന്നായി പാടുന്നില്ല. നന്നായി പാടുന്ന പറഞ്ഞാൽ എന്നെ പാടുന്ന ആൾക്കാർ ഇടിക്കും. എനിക്ക് കുറേ സിംഗേഴ്സ് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊക്കെ പാടുന്നത് കണ്ടിട്ട് ഞാൻ അങ്ങനെ പാടുന്നു. കാണുമ്പോ നല്ലൊരു സംവിധായകന്റെ ഒരു കയ്യൊപ്പിനകത്തുണ്ട്. അങ്ങനെ ഏതെങ്കിലും മേഖല, ഇപ്പം അഭിനയമല്ലാതെ സംവിധാനത്തേക്കോ അങ്ങനെ ചെയ്യാനോ ഉറപ്പായിട്ടും ആഗ്രഹം. മേനോൻ സാറിന്റെ ഒരു പടത്തില് ഞാൻ സാറിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ അല്ല, സാറിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സംവിധാനം ചെയ്യുന്ന പറഞ്ഞ പടം. അപ്പം ഈ ഉള്ളില് സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. ഇത് എന്ത് എങ്ങനെയെന്നുള്ള ഒന്നും അറിയില്ല. അപ്പൊ ആഗ്രഹം മാത്രം. ഒരാളുടെ അടുത്ത് പോകണം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അറിവ് പോലും ഇല്ല ആ സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ സ്വയം കണ്ട് ഈ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ സോങ്ങുകളൊക്കെ ഞാനാണ് പിന്നെ ഡയറക്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഷോട്ട് വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെ അന്ന് ക്യാമറ ഉണ്ടായിരുന്ന പയ്യനുമായിട്ട് സംസാരിച്ച് പല ഒരു പാട്ടുമായിട്ട് വ്യത്യസ്തമായിരിക്കണം അടുത്ത പാട്ട്, കവർ സോങ്ങുകൾ. അങ്ങനെ ഒരു 10-40ഓളം കവർ സോങ്ങുകൾ, ഒരു 5-6 ഒറിജിനൽ സോങ്, ഒരു സിനിമയുടെ ടൈറ്റിൽ സോങ്, ഒരു ഡോക്യുമെൻ്ററി, അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം, അങ്ങനെയൊക്കെ ചെയ്തു വന്നു. പിന്നെ നല്ലതൊന്ന് ചെയ്യാമെന്നുള്ള രീതിയിൽ നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നെ വീണ്ടും ഒരു ഒറിജിനൽ സോങ് ചെയ്തു. അങ്ങനെ വന്നിട്ടാണ് പിന്നെ ഈ കൺവെൻഷനിലേക്ക്. ഉറപ്പായിട്ടും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അത് വൈകാതെ സംഭവിക്കട്ടെ അല്ലേ? സംഭവിക്കട്ടെ. നേരത്തെ മുത്തപ്പൻ പറഞ്ഞ സമയത്ത് 3 തവണ ഉണ്ണി എന്നൊക്കെ പറഞ്ഞു. ഉണ്ണി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന, അറിയാൻ പറ്റില്ല, അറിയില്ല. അപ്പൊ ഉണ്ണി ഉണ്ടാവട്ടെ പ്രാർത്ഥനകൾ അല്ലേ? അപ്പൊ അത് സംഭവിക്കട്ടെ. ഒരുപാട് അനൂപിന് ഒരുപാട് കാര്യങ്ങൾ സിനിമയില് അഭിനയം മാത്രമല്ല, പിന്നെ സംവിധായകനായിട്ട് മാറാൻ, എഴുത്തുകാരനായിട്ട് നല്ല ക്രാഫ്റ്റ് ഉള്ള ആളാണ് ആയിട്ട് മാറാൻ ഈ ഒരു അഭിമുഖം നിരത്താവട്ടെ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു.